ഹലോ ഗെയ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരമെന്ന് പറഞ്ഞ ആൾ ഇതാണ്. ഈ ഇല കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാകുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരം ഇവനാണ്. ഇവനെക്കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വന്നോളൂ ഗെയ്സ്. അപ്പോൾ ഇതാണ് ആട്ടുകാൽ കിഴങ്ങ്, ആരും മറക്കണ്ട. അപ്പോൾ ഗെയ്സ്, ഈ ആട്ടുകാൽ കിഴങ്ങ് എവിടെ കണ്ടാലും വിടണ്ട. അയ്യോ, എന്നെ പ്രേതം പിടിച്ച് ഗെയ്സ്, അതോ പടലൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പം ഇതാണ് ആ കിഴങ്ങ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മുടെ മുഖത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. നമ്മുടെ ആട്ടുംകുഞ്ഞിനെ എടുക്കുമ്പം ഒരു സോഫ്റ്റ്നെസ് ഇല്ലേ, അതുപോലാണ് ഇതിൻ്റെ ആ ഒരു തൊലിക്ക്, അതായത് ഇതിൻ്റെ ഒരു രോമമില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിന് ആട്ടുകാൽ കിഴങ്ങ് എന്ന് പേര് വന്നത്. ആടിൻ്റെ കാല് പോലെ തന്നെ ഗെയ്സ്, സെയിം കണ്ടോ. എനിക്കിപ്പോൾ ഇത്രയും വലിയൊരു കിഴങ്ങാണ് കിട്ടിയത്. അതുപോലെ ചെറുതുമുണ്ട് ഇവിടെ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഇല എന്ന് പറയുന്നത്. അപ്പം ഇത് സൂപ്പ് വെച്ച് കഴിച്ചിട്ടില്ലാത്തവർ എത്രയും വേഗം സൂപ്പ് വെച്ച് കഴിച്ചോളൂ. നമുക്ക് ദേഹത്തുള്ള ഒടിവ്, ഒടിവ്, ചതവ് എന്തുകൊണ്ടുണ്ടാകുന്ന എല്ലാ വേദനകളും ഈ ഒരൊറ്റ സൂപ്പ് കൊണ്ട് മാറ്റിയെടുക്കാമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ എല്ലുകൾക്ക് ബലം വെക്കും. അതാണല്ലോ നമ്മൾ ആട്ടും സൂപ്പ് കുടിക്കുന്നത്. ആട്ടും സൂപ്പ് കുടിക്കുമ്പോൾ നമുക്ക് എന്താ, എല്ലുകൾക്ക് ബലം വെക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആട്ടുംകാൽ സൂപ്പ്, അങ്ങനെ ആടിൻ്റെ സൂപ്പുകൾ കഴിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സെയിം വെജിറ്റേറിയൻ, അതായത് മാംസം കഴിക്കാത്ത ആൾക്കാർക്ക് ഇത് സൂപ്പായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ആടിൻ്റെ കാല് സൂപ്പ് വെച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ സെയിം ഗുണം നമുക്ക് ഈ ഒരു വെജിറ്റേറിയൻ, ഈ ഒരു കിഴങ്ങിൽ നിന്ന് കിട്ടുന്നതെന്ന് പറയുമ്പോൾ നമ്മളത് ഒരിക്കലും കളയരുത്. അപ്പോൾ അതുപോലെ കിട്ടുകാച്ചി ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഗെയ്സ്. അപ്പം ഇത് കൂടുതലും മരങ്ങളിലാണ് പറ്റിപ്പിടിച്ച് കണ്ടിട്ടുള്ളത് എല്ലാവരും, മിക്കവരും. പക്ഷേ ഇത് പാറകളിലും ഉണ്ട്. അപ്പോൾ പാറകളിലെ ഒരിക്കലും കണ്ടാൽ വിടരുത്. അപ്പം നിങ്ങളും ഒരു ദിവസം ഇത് സൂപ്പ് വെച്ച് കുടിച്ചോളൂ. അപ്പം സൂപ്പ് വെക്കുന്നത്, ഇത് നമ്മൾ കഴുകി ഇതിൻ്റെ തൊലിയെല്ലാം, ഈ രോമങ്ങളില്ലേ, ഈ രോമങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു 2-3 തവണ ഞാൻ ലൈവ് ചെയ്തപ്പോൾ ഇത് പച്ചയ്ക്ക് തിന്ന് നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, ചുമ്മാ എന്തോ ഒരു വെള്ളം കുടിക്കുന്ന പോലെ. ചിലത് കഴിച്ച് ഒരു ദിവസം ഞാൻ അപ്പുറത്ത് ലൈവ് ചെയ്തപ്പോൾ അവിടുന്ന് കഴിച്ചപ്പോൾ ഇതിനൊരു വല്ലാത്തൊരു ചുവ കണ്ടു. അപ്പം അങ്ങനത്തെ ചിലയിടത്തുനിന്ന് കഴിക്കുമ്പം ചില ടേസ്റ്റ് വ്യത്യാസം, അങ്ങനെ ചിലതിന് ടേസ്റ്റ് ഇല്ല, ടേസ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള രീതിക്കാണ്. അതായത് ഇതിനെ സ്വന്തമായിട്ട് ഇത് മണ്ണിൽ നല്ലല്ലോ എടുക്കുന്നത്. ഇത് മറ്റുള്ള മരത്തിനെ ഇത് വളരുന്നത്. അപ്പം ഇത് എവിടെ കണ്ടാലും വിടരുത് ഗെയ്സ്. എന്ത് തലവേദനയല്ല, എന്ത് എല്ലിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, വേദന ഉണ്ടെങ്കിലും സൂപ്പ് വെച്ച് കുടിക്കുക. അത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു സാധനം നമ്മുടെ ഇവിടെയൊക്കെ വെറുതെ കിടക്കുവാണ്. അപ്പം കുറേ ആൾക്കാർ ഇത് വെറുതെ നമുക്ക് കഴിക്കാം, സൂപ്പ് വെച്ച് തന്നെ കഴിക്കണമെന്നില്ല. ഇങ്ങനെ ഒടിച്ചിട്ട് ഞാനിത് കഴിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഒടിച്ചിട്ട്, കാരണം ഇതിൽ ചെറിയ ചെറിയ രോമങ്ങളുണ്ട്, അത് ചിരണ്ടിയിട്ട് വേണം നമ്മളിത് സൂപ്പ് വെക്കാനും കഴിക്കാൻ നേരത്ത് കഴിക്കാൻ. അപ്പം ഞാനിത് നിങ്ങളെ കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗെയ്സ്, ഞാൻ പറിച്ചായാലും എൻ്റെ ഫോൺ ഞാനിപ്പോൾ ഒരു 2 കല്ലേൽ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഈ 2 കിഴങ്ങുകളുണ്ടല്ലോ, അത് ഏറ്റവും ബെറ്ററാണ്, നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അപ്പം ഇതിങ്ങനെ ഒടിച്ച് കഴിയുമ്പോൾ കണ്ടോ, നല്ലൊരു വൈറ്റ്, ഈ ഒരു ഗ്രീൻ വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിഴങ്ങ്. അതായത് ഇത് നിറച്ചും വെള്ളമാണ്, വെള്ളം തെറിച്ചു. ഞാനിങ്ങനെ പൊട്ടിച്ചപ്പം വെള്ളം കൂടുതലായിട്ട് തെറിച്ചു. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കടിക്കാൻ പറ്റുന്നതുപോലെ മുറിക്കണമല്ലോ. അപ്പോൾ ഈ ഒരു കളറാണ്, അതായത് ഒരു പിസ്ത ഗ്രീൻ, ആ ഒരു ഗ്രീനിഷ് കളറാണ് കണ്ടോ. അത് വലുതാകുന്നതിനനുസരിച്ച് ചിലപ്പം കളറും വെള്ളയും അങ്ങനെയൊക്കെ ആകുമായിരിക്കും. ഞാനിതിപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ. പ്രത്യേകിച്ച് ഇതിന് രുചിയൊന്നുമില്ല കേട്ടോ. രുചി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ എന്തോ ഒരു കമർപ്പ് പോലെ. ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ടേസ്റ്റ് ചെയ്തിട്ടുമില്ല. അപ്പം എനിക്ക് വേഗം മനസ്സിലായി. കാരണം ഇത് മാത്രമേ ഞാൻ വേറെ സ്ഥലത്തു നിന്നും ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ആ സെയിം ടേസ്റ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഇതിപ്പം ചെറിയൊരു കിളുന്നാണ്. അപ്പം നമുക്ക് കിട്ടിയ വലിയൊരു കാലുണ്ടല്ലോ, ഈ കാലം പച്ചക്ക് നിന്നാൽ ഒരു ചെറിയ നാരുണ്ട് കേട്ടോ, നാര്. അതായത് നമ്മൾ കരിമ്പൊക്കെ തിന്ന് കഴിയുമ്പോൾ നമുക്ക് വേറെ ആയിട്ട് ആ നീര് പോയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു നാര് കിട്ടത്തില്ലേ, അതുപോലെ ഒരു നാര് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയായിട്ട് ഇറക്കണോ വേണ്ടിയോ എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ ഇത് ഞാൻ നല്ല കട്ടിയാണ് കേട്ടോ. ഇപ്പം ഞാൻ പൊട്ടിക്കുന്നതിനനുസരിച്ച് ഇതിലേക്ക് ഇതൊക്കെ വീഴും, മണ്ണൊക്കെ വീഴും. അപ്പം ഞാനിത് കഴിച്ച് നോക്കട്ടെ. വലിയ കാ കഴിച്ച് നോക്കട്ടെ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കളയുവാണ്. തൊലി ഇങ്ങനെ കൈ കൊണ്ട് നമുക്ക് കളയാവുന്നതേ ഉള്ളൂ. കിളന്ന് കഴിച്ചപ്പോഴും ഇത് കഴിച്ചപ്പോഴും ഒരു 2 ടേസ്റ്റാണ്. എന്താണെന്ന് പറയട്ടെ, ഇതിനൊരു ചെറിയൊരു കയ്പ്പ് എക്സ്ട്രാ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് ചെറിയ കിളുന്നില്ലേ, ഈ ചെറിയ നൈസ് സാധനം,
അത് നൈസായിട്ട് കുഴപ്പമില്ല, വേറെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല, കയ്പും ഇല്ല, ഒന്നുമില്ല. പക്ഷെങ്കിൽ ഇതില്ലേ, ഇത് കഴിക്കുമ്പോൾ അതായത് ഇച്ചിരി കൂടെ വിളഞ്ഞത്, അതായത് കുറച്ചുകൂടെ വിളഞ്ഞ, അപ്പം ഈ വലുത് കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റും. താഴെ പോയത് എന്തിനു നോക്കട്ടെ, അതങ്ങ് ഉരുണ്ട് താഴെ പോയെന്ന് തോന്നുന്നു. അപ്പം രണ്ടും കഴിക്കുമ്പോൾ രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം ഇതെവിടെ കണ്ടാലും വിടരുതേ ഗൈസ്. ഇതാണ് ഇതിൻ്റെ ഇലകൾ, കണ്ടോ, ഇലകൾ സൂക്ഷിച്ച് വെച്ചു. ഇത് മരങ്ങളിലും നമ്മുടെ വീട് മുറ്റത്തും അങ്ങനെയൊക്കെ കുഞ്ഞിതൊക്കെ കിളുത്ത് നിൽപ്പുണ്ടായിരിക്കും, നമ്മളാരും ശ്രദ്ധിക്കാത്തതാണ്. പിന്നെ നമ്മളിത് പണ്ട് കാലത്ത്, കാരണം ഇതിന് വെള്ളം കൂടുതലാണ്, ഇതിൻ്റെ അതാണ് പറഞ്ഞത്, കൂടുതലും വെള്ളമാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്ലേറ്റ് തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അന്ന് നമ്മളിവിടെ പറഞ്ഞിരുന്നത് എന്തുവാണെന്നറിയാം, ഇതിന് അണ്ണാമഷി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. സ്ലേറ്റ് തുടയ്ക്കുമ്പോൾ ഇത് വേഗം മാഞ്ഞു പോകും. അപ്പം നമ്മളങ്ങനെ അതിൻ്റെ ഉപയോഗങ്ങളൊന്നും നമുക്ക് പണ്ടറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ആൾക്കാർ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനമാണ് നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ കിടക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. അതുപോലെ ഗുണങ്ങളുള്ള, നിങ്ങൾക്ക് എന്തെങ്കിലും വേദനയോ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഈ ഒരൊറ്റ സാധനം കഴിച്ചാൽ മതി, വേദനകളൊക്കെ പമ്പ കിടക്കും. അപ്പം ആട്ടും സൂപ്പ് കഴിച്ചിട്ടുള്ളവർക്ക് ഞാൻ ആട്ടും സൂപ്പ് കഴിച്ചിട്ടില്ല, അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാൻ അറിയത്തില്ല. അപ്പോൾ ആട്ടും സൂപ്പ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ എല്ലുകൾക്ക് ബലം കിട്ടാനും നമ്മുടെ ബോഡി ഒന്ന് പുഷ്ടിപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ആ സെയിം ഗുണം, അതായത് വെജിറ്റബിൾസ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് വെച്ച് കഴിക്കാവുന്നതാണ്. ഇത് എല്ലാ പറമ്പുകളിലും കാണും, എനിക്ക് തോന്നുന്നില്ല. മാക്സിമം പുറത്ത് സിറ്റികളിൽ മരങ്ങളൊന്നും ഇല്ലാത്തവർക്കേ ഉള്ളൂ ഇതൊന്നും പ്രശ്നമില്ലാത്ത. നാട്ടിൻപുറത്തുള്ള എല്ലാ വീടുകളിലും എല്ലാ പറമ്പുകളിലും ഇതിൻ്റെ ഒരു കുഞ്ഞ് സാധനമെങ്കിലും കാണാതിരിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ രോമമെന്ന് പറയുമ്പം നമ്മുടെ അണ്ണാൻ്റെ രോമം പോലെ തന്നെയാണ്, ആടിൻ്റെ രോമം പോലെ തന്നെയാണ്, ഇതെല്ലാം സെയിമാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ആട്ടുകാൽ കിഴങ്ങ്. അപ്പോൾ മറക്കണ്ട, ഇതെവിടെ കണ്ടാലും വിട്ട് കളയരുത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലോഡിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് സൂര്യയാണ് നിങ്ങളോടൊപ്പം ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട സീതത്തോടാണ് എൻ്റെ വീട്. അപ്പം എല്ലാവരും പോയി ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തു വെച്ചോളൂ. അപ്പോൾ ഇനി പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. അപ്പം ബൈ.